قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون وجاهدوا في الله حق جهاده واجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم ونعم المولى ونعم النصير صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഈ മാസം റബീഉൽ അവ്വൽ മാസമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയപ്പെടുന്ന മാസവും കൂടിയാണ്. ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത, മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാം വല്ലാണ്ട് വാചാലമാകുന്ന ഒരു മാസവും കൂടിയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വളരെ ഖേദകരമായ ഒരു സംഗതി, ആ പ്രവാചകനെ കുറിച്ച് നമ്മൾ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ, പ്രവാചകൻ്റെ മദ്ഹ് പറയുന്നു എന്ന പേരിൽ ഒത്തിരി കെട്ടുകഥകളും ഇല്ലാ കഥകളുമൊക്കെ ആ പ്രവാചകൻ്റെ പേരിൽ പറയുന്ന ഒരു മാസവും കൂടിയാണിത്. എൻ്റെ പേരിൽ ഞാൻ പറയാത്തത് വെച്ച് കെട്ടി പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ നരകത്തിൽ അവരുടെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ റസൂലിൻ്റെ പേരിൽ എന്തെല്ലാം കഥകളാണ്, ഇല്ലാത്ത കഥകളാണ്, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കെട്ടുകഥകളാണ് ആ പ്രവാചകൻ്റെ മദ്ഹ് പറയുന്നു അല്ലെങ്കിൽ ആ പ്രവാചകനെ പുകഴ്ത്തി പറയുന്നു എന്ന പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മലയാള ദിനപത്രത്തിൻ്റെ ഒരു ഭാഗത്ത് പ്രവാചകനെക്കുറിച്ച് പറയുന്ന ഒരു ഡെയിലി ഒരു കോളമുണ്ട്. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ നല്ലൊരു ശതമാനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നതാണ്. ആരോ ഒക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ, ഖുർആനിൻ്റെയും അതുപോലെ തന്നെ പ്രാഥമിക യുക്തിക്കും ഒന്നും നിരക്കാത്ത ഒരു കുറേ കാര്യങ്ങൾ ആ പ്രവാചകൻ്റെ പേരിൽ, അതും ഇങ്ങനെ പറഞ്ഞ പ്രവാചകൻ്റെ പേരിൽ, എൻ്റെ പേരിൽ ഞാൻ പറയാത്തത് ആരെങ്കിലും കെട്ടിയുണ്ടാക്കി പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പാക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ പ്രവാചകൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു ഖേദകരമായ സംഗതി. ഇപ്പം ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകനെക്കുറിച്ച് ഉള്ളത് തന്നെ നമ്മൾ പ്രവാചകൻ ജനിച്ച ഈ മാസത്തിൽ നമ്മൾ വല്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ചില സംഗതികളാണ്, നിങ്ങൾ ഭർത്താവാണോ എങ്കിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ല ഭർത്താവിനുള്ള ഒരു മാതൃകയുണ്ട്. നിങ്ങളൊരു കുടുംബനാഥനാണോ എങ്കിൽ നല്ലൊരു കുടുംബനാഥനുള്ള മാതൃക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. നിങ്ങളൊരു നേതാവാണോ എങ്കിൽ നല്ലൊരു നേതാവിനുള്ള ഉത്തമമായ മാതൃക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊരു കച്ചവടക്കാരനാണോ എങ്കിൽ
നല്ലൊരു കച്ചവടക്കാരനുള്ള ഒരു റോൾ മോഡൽ നിങ്ങൾക്ക് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ആണോ അതിനൊക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയും 23 കൊല്ലം കൊണ്ട്, ഒരു വിദ്യാർത്ഥി ജീവിതം കൊണ്ട് ഒരു ജനസമൂഹത്തിൻ്റെ ജീവിതം അടപടലം മാറ്റിമറിച്ച, വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറഞ്ഞു വാചാലമാകും. 23 കൊല്ലം കൊണ്ട് തികഞ്ഞ അധാർമികതയിലും അന്യായത്തിലും ജീവിതം നയിച്ചിരുന്ന ഒരു സമൂഹത്തെ അവരുടെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും അവരുടെ മറ്റ് എല്ലാ മണ്ഡലങ്ങളെയും മാറ്റിമറിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ ജീവിതത്തിന് മാത്രമേ സമകാലീനമായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമസ്യകൾക്ക് പൂരണം നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞ് നമ്മൾ വാചാലമാകും. ഈ അടുത്ത ദിവസം പ്രവാചകനെ കുറിച്ച് ഒരു ലേഖനത്തിൽ, ഒരു പത്രത്തിൽ വന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, കാലവും ലോകവും എത്ര പുരോഗമിച്ചാലും മുഹമ്മദ് നബി പ്രതിനിധാനം ചെയ്ത പ്രത്യയശാസ്ത്രം പ്രയോഗവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ ലോകത്ത് സമാധാനമുണ്ടാകൂ എന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. കാലവും ലോകമൊക്കെ എത്ര പുരോഗമിച്ചാലും മുഹമ്മദ് നബി പ്രതിനിധാനം ചെയ്ത പ്രത്യയശാസ്ത്രം അത് പ്രായോഗികവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ ലോകത്ത് സമാധാനവും ഉണ്ടാകൂ എന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മൾ എല്ലാ റബീഉൽ അവ്വലിനും അല്ലാത്തപ്പോഴും ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഇതൊക്കെ പൊതുസമൂഹത്തോടും ലോകത്തോടും പറയാൻ നമ്മൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തിന് ധാർമ്മികമായ അർഹതയുണ്ടോ എന്നീ സന്ദർഭത്തിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി പ്രതിനിധാനം ചെയ്ത പ്രത്യയശാസ്ത്രം പ്രയോഗവൽക്കരിക്കുന്നതിലൂടെയാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സമകാലീന സമസ്യകൾക്കുള്ള സർവ്വപൂരണവും എന്ന് നമ്മൾ സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ, ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, ഇത് പറയാനുള്ള ധാർമ്മികമായ അർഹത നമുക്കുണ്ടോ എന്ന് നമ്മൾ ഒരു നിമിഷം ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമൂഹം ആലോചിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇതൊക്കെ ഇങ്ങനെ നിന്ന് നമ്മൾ വേദികളിൽ നിന്നും പ്രഭാഷണ സദസ്സുകളിൽ നിന്നും വാഴ് സദസ്സുകളിൽ നിന്നൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് നമ്മളെ നോക്കി പല്ലിളിക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 44-ാമത്തെ സൂക്തം, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂന കിതാബ അഫലാ തഅഖിലൂൻ. അതഅ്മുറൂന അന്നാസ്, അല്ലാഹു ചോദിക്കുകയാണ്, അതഅ്മുറൂന അന്നാസ, നിങ്ങൾ ആളുകളോട് ബിൽ ബിർരി വതൻസൗന അൻഫുസകും, നന്മ ഉപദേശിക്കുകയാണോ? നിങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ ആളുകളോട് നന്മ പറയുകയാണോ? മുഹമ്മദ് നബി അങ്ങനെയാണ്, മുഹമ്മദ് നബി ഇങ്ങനെയാണ്, മുഹമ്മദ് നബി പറഞ്ഞതുപോലെ നടപ്പാക്കിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾ ജനങ്ങളോട് ഉപദേശിക്കുകയാണോ? തൻസൗന അൻഫുസകും, നിങ്ങളെ മറന്നുകൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാതെ, നടപ്പിലാക്കാതെ നിങ്ങൾ നാട്ടുകാരോട് പറയുകയാണോ? മുഹമ്മദ് നബി ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇത് നടപ്പാക്കിയാൽ നിങ്ങളുടെ വ്യക്തിജീവിതം സമാധാനപൂർണ്ണമാകും, നിങ്ങളുടെ കുടുംബജീവിതം സമാധാനപൂർണ്ണമാകും, സർവോപരി ലോകം തന്നെ സമാധാനപൂർണ്ണമാകും എന്ന് പറയുകയാണോ നിങ്ങൾ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്, നിങ്ങൾ എന്തേ ആലോചിക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. നമ്മളിങ്ങനെ നിന്ന് പ്രവാചകനെ കുറിച്ച് വാചാലമാകുമ്പോൾ ഈ ആയത്ത് നമ്മെ വല്ലാണ്ട് തുറിച്ചു നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളിതൊക്കെ നിന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാരും സംഘടനാ നേതാക്കളുമെല്ലാം പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ ഭൂലോകത്തിനു വേണ്ടി ഇങ്ങനെ വാചാലമാകുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായം സൂറത്തു സഫിലെ 2-ാം വാചകം നമ്മളോട് അതിശക്തമായി കയർക്കുന്നുണ്ടാകും. അത് മറ്റൊന്നുമല്ല, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ ജനങ്ങളോട് പറയുകയാണോ? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, അല്ലാഹുവിങ്കൽ ഏറ്റവും വെറുക്കപ്പെട്ട സംഗതി, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഗൗരവമുള്ള സംഗതിയാണ് ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത് ആളുകളോട് ഉപദേശിക്കുക എന്ന് പറയുന്നത്.
തങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റാത്ത കാര്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറയുക എന്ന് പറയുന്നത്, തങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റാത്ത, തങ്ങളുടെ സമാജത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്ത കാര്യം പൊതുസമൂഹത്തോടും ലോകത്തോടും വിളിച്ചു പറയുക എന്നത് അള്ളാഹുവിൽ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് എന്ന് പറയുന്ന ആയത്ത് നമ്മളോട് ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ കയർക്കുന്നുണ്ടാകും. ഞാൻ പറയുന്നത് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സംഭവമൊക്കെയാണ്, ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടെന്താ കാര്യം? മുഹമ്മദിന് സംഭവമാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടെന്താ കാര്യം? നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, റബീഉൽ അവ്വൽ മാസം വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, 33-ാം അധ്യായത്തിലെ 21-ാമത്തെ സൂക്തം. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉത്തമ മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃകയുണ്ട്. ഇതല്ല പറയുന്നത് നമ്മൾ മനസ്സിലാക്കരുത് പൊതുസമൂഹത്തോടല്ല. നമ്മൾ വിളിച്ചു പറയുന്നത് പോലെ അല്ല ഇത് പറയുന്നത് പൊതുസമൂഹത്തോടല്ല, ലോകത്തോടല്ല, മുസ്ലിങ്ങളോടാണ്. മുസ്ലിങ്ങളോടാണ് പറയുന്നത്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട്. ആർക്ക്? ലോകരെ നിങ്ങൾക്കെന്തല്ല, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് മാതൃകയുണ്ടെന്നാണ്. അത് ആരാന്നാ നമ്മൾ പറയണത്? അത് നമ്മളാണെന്നല്ലേ നമ്മൾ പറയണത്. അത് നമുക്ക് മാതൃകയുണ്ടെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാതെ പുറത്തുള്ള ആളുകൾക്ക് മാതൃക ഉണ്ടെന്നല്ല, നമുക്ക് മാതൃകയുണ്ട്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് നിങ്ങളൊന്ന് നോക്കൂ. അത് തുടങ്ങുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ റുകൂഅ് ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുക, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി ഹുവ ജിതബാക്കും, നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ട വിധം ചെയ്യുക. ഹുവ ജിതബാക്കും, നിങ്ങളെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത്ത അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ പാത പിന്തുടരുക. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അവൻ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വിളിച്ചിരിക്കുന്നു. മിൻ ഖബലു വഫി ഹാദ, ഇതിനകത്തും ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലും മുസ്ലിങ്ങൾ എന്ന് നിങ്ങൾക്ക് നാമകരണം ചെയ്തിരിക്കുന്നു, നിങ്ങളെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നു. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകാൻ. ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടി ആണ് നിങ്ങൾ മുസ്ലിങ്ങളായത്, നിങ്ങളെ ഞാൻ മുസ്ലിങ്ങളാക്കിയത്. ഇത് ലോകരോടല്ല പറയുന്നതല്ല, ഇത് പൊതുസമൂഹത്തോടല്ല പറയുന്നതല്ല, ഇത് മുസ്ലിം സമൂഹത്തോടല്ല പറയുന്നതാണ്. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകണം. നിങ്ങൾക്ക് പ്രവാചകൻ ജീവിതത്തിൽ സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകണം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണ് വസ്തുതയെങ്കിൽ നമുക്കിത് ആളുകളോട് വിളിച്ചു പറയാനുള്ള അർഹതയുണ്ടോ? അർഹതയുണ്ടോ പൊതുസമൂഹത്തോട് ഇത് പറയാൻ? മുഹമ്മദ് നബി അങ്ങനെയായിരുന്നു, മുഹമ്മദ് നബി ഇങ്ങനെയായിരുന്നു, മുഹമ്മദ് നബി എല്ലാറ്റിനും പരിഹാരമാണ്, എല്ലാവർക്കും സമാധാനം ഉണ്ടാക്കാൻ മുഹമ്മദ് നബിയെ പിന്തുടർന്നാൽ മതി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മളിത് പിന്തുടർന്നിട്ട് നമുക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നാട്ടുകാരോട് ഇത് പറയുന്നത് എന്തിനാണ്? കുടുംബജീവിതത്തിൽ മാതൃകയാണ്, വ്യക്തി ജീവിതത്തിൽ മാതൃകയാണ്, സാമൂഹ്യ ജീവിതത്തിൽ മാതൃകയാണ്, രാഷ്ട്രീയ ജീവിതത്തിൽ മാതൃകയാണ്, യുദ്ധരംഗത്ത് മാതൃകയാണ്. നമുക്കിത് പ്രതിദാനം ചെയ്യാൻ പറ്റുമോ? റസൂലിനെ പ്രീതീകരിക്കാൻ പറ്റുമോ? നമുക്ക് റസൂലിനെ പ്രീതീകരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അർത്ഥാക്കരുത്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. റസൂലിനെ പ്രതിദാനം ചെയ്യണം. ജനങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾക്ക് പ്രവാചകൻ സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകണമെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ തൊപ്പി വച്ചിട്ടുണ്ടോ, നിങ്ങൾ താടി വച്ചിട്ടുണ്ടോ, നിങ്ങൾ നെരിയാണിക്ക് മുകളിൽ മുണ്ടുടുത്തിട്ടുണ്ടോ, നിങ്ങൾ 23 റക്അത്താണോ തറാവീഹ് നമസ്കരിക്കുന്നത്, അതോ 11 റക്അത്താണോ, നിങ്ങൾ സുബൈക്ക് കുനൂത്ത് ഓതുന്നുണ്ടോ, കുനൂത്ത് ഓതുന്നില്ലേ? ഇതൊന്നുമല്ല നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതല്ല. നിങ്ങൾ കുനൂത്ത് ഓതുന്ന ആളുകളാണോ? നിങ്ങൾ തറാവീഹ് 23 ആണോ നിസ്കരിക്കുന്നത്, 11 ആണോ നിസ്കരിക്കുന്നത്? നിങ്ങൾ കൈ എവിടെയാണ് കെട്ടുന്നത്, നെഞ്ചത്താണോ അതോ പൊക്കിളിന് മുകളിലാണോ? ഇതൊന്നുമല്ല. നമ്മൾ പ്രവാചകനെ പ്രതിദാനം ചെയ്യുന്ന ആളുകളാണോ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. പടച്ച തമ്പുരാനോർത്ത് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്.
നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സത്യസന്ധരാണോ? നമ്മൾ വിശ്വസ്തരാണോ? നമ്മൾ നീതിബോധമുള്ളവരാണോ? നമ്മൾ സാമ്പത്തിക വിശുദ്ധിയുള്ളവരാണോ? നമ്മൾ സദാചാര വിശുദ്ധിയുള്ളവരാണോ? നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ ഇണകളോടും മാന്യമായി പെരുമാറുന്നവരാണോ? വിട്ടുവീഴ്ച എന്ന് പറയുന്ന വലിയ ഗുണം നമ്മൾ പ്രകടിപ്പിക്കുന്നവരാണോ? നമ്മൾ ധൂർത്ത് നടത്തുന്നവരാണോ? നമ്മൾ ദുർവ്യയം നടത്തുന്നവരാണോ? നമ്മളിൽ അസൂയ ഉണ്ടോ? നമ്മളിൽ അഹങ്കാരമുണ്ടോ? നമ്മളിൽ പ്രകടനാത്മകതയുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മളിലുണ്ടോ? ഇതൊക്കെ പ്രവാചകൻ ഈ കാര്യത്തിൽ ഒരു നിലപാട് പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, വേദഗ്രന്ഥം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നാണ്. നമ്മൾ തൊപ്പി വച്ചിട്ടുണ്ടാകാം, നമ്മൾ താടി വച്ചിട്ടുണ്ടാകാം, നമ്മൾ നെരിയാണിക്ക് മുകളിൽ മുണ്ടുടുത്തിട്ടുണ്ടാകാം, നമ്മൾ തറാവിഹ് ചിലപ്പോൾ 11 അല്ലെങ്കിൽ 23 നമ്മൾ കുനു തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓതാത്തതായിരിക്കാം, കൈ കെട്ടേണ്ടിടത്ത് നമ്മൾ കെട്ടുന്നുണ്ടാകാം. ഇതൊന്നുമല്ല ചർച്ച, ഇതൊന്നുമല്ല ഇസ്ലാമിൽ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ സത്യസന്ധരാണോ എന്നതാണ്. നമ്മൾ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിച്ച് ആ അനുഷ്ഠാന കർമ്മങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സത്യസന്ധരായിട്ടുണ്ടോ? നമ്മൾ ചതിക്കുമോ? നമ്മൾ ആളുകളോട് കരാർ ലംഘിച്ചിട്ടുണ്ടോ? നമ്മൾ ബിസിനസ്സിൽ കൃത്രിമം കാണിക്കുന്നുണ്ടോ? നമ്മളെ നമ്മളാക്കിയ മാതാപിതാക്കളോട് മാന്യമായിട്ടാണ് പെരുമാറുന്നത്? നമ്മുടെ കൂടപ്പിറപ്പുകളോട് നമ്മുടെ സമീപനം എന്താണ്? ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്. ഇതൊക്കെയാണ് പ്രവാചകൻ അറിയേണ്ടത്. ഇതൊക്കെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത്. ഇതൊക്കെയാണ് ഇസ്ലാമിന് അറിയേണ്ടത്. ഇതൊക്കെയാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത്. അല്ല, നിങ്ങൾ താടി വെച്ചാൽ എന്താണ്, വച്ചില്ലെങ്കിൽ എന്താണ്? പൊതുസമൂഹത്തിന് നിങ്ങളുടെ താടിയല്ല വിഷയം. പൊതുസമൂഹത്തിന് നിങ്ങളുടെ തൊപ്പിയല്ല വിഷയം. പൊതുസമൂഹത്തിന് നിങ്ങൾ മുണ്ടും നെരിയാണിക്ക് മുകളിൽ ഉടുത്തിട്ടുണ്ടോ എന്നതല്ല പൊതുസമൂഹത്തിന് അറിയേണ്ടത്. നിങ്ങൾ സത്യസന്ധരാണോ എന്നാണ് അറിയേണ്ടത്. നിങ്ങളുടെ അടുത്ത് നിർഭയമായി നിങ്ങളുടെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ? നിങ്ങളോട് മാന്യമായി പെരുമാറാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാന്യമായ പെരുമാറ്റം ഉണ്ടാകുമോ എന്നൊക്കെയാണ് സമൂഹത്തിന് അറിയേണ്ടത്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മാറാൻ ശ്രമിക്കേണ്ടത് ആ മേഖലകളിലാണ്. നാളെ പരലോകത്ത് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നതും അവിടെയാണ്. അതൊക്കെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമുള്ളത് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ഈ ലക്കത് കാനലക്കും റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം സാമാന്യ ജനത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത് പ്രവാചകൻ മുണ്ടുടുത്തതിൽ മാതൃകയുണ്ട്, പ്രവാചകൻ താടി വച്ചതിൽ മാതൃകയുണ്ട്, പ്രവാചകൻ അങ്ങനെ പലതും ചെയ്തതിൽ ആ മാതൃകയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഒന്നാമത് അത്തരം ഒരു മാതൃക പറയുന്നിടത്തല്ല ഖുർആൻ അവതരിച്ച സബബുൻ നുസൂൽ പോലും അത്തരം ഒരു കണ്ടക്സ്റ്റ് ഇതല്ല. അതുകൂടി നമ്മൾ വേറെ പഠിക്കണം. ആ ആയത്ത് അവതരിച്ച ഒരു കണ്ടക്സ്റ്റ് ഉണ്ട്. അത് ഈ പറയുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതല്ല. പറയുമ്പോൾ നമ്മൾ ഇത് വെച്ച് ചേർത്ത് വെച്ച് തറാവീഹ് പറയും എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കത് കഴിയുമോ എന്നതാണ് ചോദ്യം. ഈ റബീഉൽ അവ്വൽ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന മെയിൻ ചോദ്യം അതാണ്. എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഉയർത്തുന്ന ചോദ്യം അതാണ്. ഇതിലൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്? ഈ വിഷയത്തിലൊക്കെ നിങ്ങളുടെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? അവിടെ തിരുത്താൻ പറ്റുമെന്നാണ് എൻ്റെ പൊന്ന് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത്. എങ്കിലാണ് നമുക്ക് സമൂഹത്തോട് പറയാൻ പറ്റുള്ളൂ പ്രവാചകനിൽ മാതൃകയുണ്ട്. ആ പ്രശ്നങ്ങൾ വ്യക്തിജീവിതത്തിൽ നടപ്പാക്കി വ്യക്തിജീവിതം മനോഹരമാക്കുക പരമാവധി. നമ്മുടെ കുടുംബജീവിതത്തിൽ നടപ്പാക്കി കുടുംബം സന്തുഷ്ട കുടുംബമാക്കി മാറ്റുക. നമ്മൾ സമൂഹത്തിൽ നടപ്പാക്കി കുടുംബത്തിലും സമൂഹത്തിലൊക്കെ മുസ്ലിം സമൂഹത്തിലും സമാജത്തിലും നടപ്പാക്കി മറ്റുള്ളവർക്ക് മാതൃകയാകുക. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് ഷാഹിദായി മാറുക. മാറ്റങ്ങളുണ്ടാകും, നമ്മളിൽ മാറ്റങ്ങളുണ്ടാകും. ഇനിയിപ്പോൾ നമ്മളെ ആളുകളോട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാലവും ലോകവും ഒക്കെ എത്ര പുരോഗമിച്ചാലും മുഹമ്മദ് നബി പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം പ്രയോഗവൽക്കരിക്കുന്നതിലൂടെയാണ് ലോകത്ത് തന്നെ സമാധാനം ഉണ്ടാകൂ എന്ന് നമ്മൾ പറയുമ്പോൾ, ഇത് വേറെ പല കോലത്തിലും നമ്മൾ ആളുകളോട് പറയൂലോ. അങ്ങനെ പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന സമൂഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിച്ച ലോകത്ത് സമാധാനം ഉണ്ടാകുമെന്നാണോ നമ്മൾ ഈ പറഞ്ഞു വരുന്നത്? അല്ല, എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്? ലോകത്തിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ പ്രവാചകൻ പ്രയോഗവൽക്കരിച്ചത് പ്രവാചകൻ പ്രൈതീകരിച്ച പ്രത്യയശാസ്ത്രം പ്രയോഗവൽക്കരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒറായിത്തന്നാസ് യദ്ഖുലൂന ഫീ ദീനില്ല എന്ന് ഖുർആനിൽ ഒരിടത്ത് കാണാം. നബിയെ അവർ കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ, ദീനിലേക്ക് കടന്നു വരുമ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഈ വർത്താനം കേട്ടിട്ട് ആളുകൾ കൂട്ടമായിട്ട് ഈ ദീനിലേക്ക് കടന്നു വന്ന് എന്നെയും നിങ്ങളെയും പോലെ ഈ സമൂഹത്തിൽ ജീവിച്ചാൽ
ഇവിടുത്തെ മൊത്തം പ്രശ്നം മാറുമെന്നാണോ പരിഹരിക്കുമെന്നാണോ നമ്മൾ പറഞ്ഞത്? പരിഹരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളെപ്പോലെ ഇവിടുത്തെ ബാക്കിയുള്ള ആളുകളും കൂടി മുസ്ലിമായി ജീവിച്ച ഇവിടെ സമാധാനം ഉണ്ടാകുമെന്ന് നമുക്ക് അഭിപ്രായമുണ്ടോ? ഈ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് നമുക്ക് അഭിപ്രായമുണ്ടോ? പിന്നെന്താണ് പിന്നെ നമ്മൾ ജനങ്ങളോട് പറയുന്നത്? അല്ലെങ്കിൽ നമ്മളത് പറയുന്നതിലൂടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇത് ഓരോ വ്യക്തിയുടെയും അവസ്ഥ, മുസ്ലിം സമൂഹത്തിലെ വ്യക്തികളുടെ അവസ്ഥയാണ് ഞാനീ പറഞ്ഞത്. ഇനി നമ്മുടെ സംഘടനക്കാരുടെ അവസ്ഥ എന്താണ്? നമ്മുടെ സംഘടനക്കാരുടെ അവസ്ഥ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. സംഘടനക്കാർക്ക് ഈ വിഷയത്തിൽ മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ഇമാം അബൂ ഹനീഫക്ക് നമസ്കാരത്തിൽ കുനൂത്തില്ല, സുബഹി നമസ്കാരത്തിൽ കുനൂത്തില്ല. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം. നമ്മൾ മതപരമായ ബഹുസ്വരതയെക്കുറിച്ച് ഞാൻ പറയുന്നത് നന്നായി മനസ്സിലാക്കണം. മതപരമായ ബഹുസ്വരതയെക്കുറിച്ച് നമ്മൾ വല്ലാണ്ട് വാചാലാകും. മനസ്സിലായിട്ടുണ്ടാകുമല്ലോ മതപരമായ ബഹുസ്വരത എന്ന് പറഞ്ഞാൽ. ഇവിടെ ഹിന്ദുവും വേണം, മുസ്ലിമും വേണം, ക്രിസ്ത്യാനിയും വേണം, ക്രിസ്തുമതവും വേണം, ജൂതമതവും വേണം, ജൈനമതവും വേണം, എല്ലാ മതവും വേണം. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മുഖമുദ്ര, അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം, ഗ്ലാമർ, ബ്യൂട്ടി എന്നൊക്കെ നമ്മൾ പറയും. അതുകൊണ്ട് ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ വാചാലമാകും. അതുകൊണ്ട് തന്നെ ഈ ബഹുസ്വരത ആരോഗ്യകരമായി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ വല്ലാണ്ട് വർത്താനം പറയും. അതുപോലെ തന്നെ ഈ ബഹുസ്വരത തകർക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ നാഴികക്ക് 40 വട്ടം ശകാരിച്ചുകൊണ്ടേയിരിക്കും. ഈ ബഹുസ്വരതയോ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല പ്രതിപക്ഷ ബഹുമാനമാണ്, നമുക്ക് നല്ല ജനാധിപത്യ മര്യാദയാണ്. എന്നാൽ മതപരമായ ബഹുസ്വരതയെ വിശാലമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് വരുമ്പോൾ സംഘടനാപരമായ ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? നമുക്കത് മനസ്സിലാകുന്നില്ല. മതപരമായ ബഹുസ്വരതയെ, ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് പോവുകയല്ല, മതപരമായ ബഹുസ്വരതയെ ആരോഗ്യകരമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന നമുക്ക് മതപരമായ ബഹുസ്വരത പുലർത്തുന്നവരോട് പ്രതിപക്ഷ ബഹുമാനത്തോടും ജനാധിപത്യ മര്യാദയോടുകൂടിയും സംസാരിക്കാൻ കഴിയുന്ന നമുക്ക്, ഇടപെടാൻ കഴിയുന്ന നമുക്ക്, സമാജത്തിനകത്തെ സംഘടനാപരമായ ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? അവിടെ വരുമ്പോൾ നമുക്കത് കഴിയുന്നില്ല. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹത്തിന് കുനൂത്തില്ല, സുബഹി നമസ്കാരത്തിൽ കുനൂത്തില്ല. അദ്ദേഹത്തിന്റെ സ്കൂൾ ഓഫ് തോട്ടിൽ അദ്ദേഹത്തിന് നമസ്കാരത്തിൽ കുനൂത്തില്ല എന്നതുകൊണ്ട് ഇവിടെ ആർക്കും അദ്ദേഹത്തിനോട് ഒരു വെറുപ്പില്ല. കുനൂത്തില്ല എന്ന് ഇമാം അബൂ ഹനീഫ പറയുമ്പോൾ പറഞ്ഞാലും ശരി, അദ്ദേഹത്തിനോട് നല്ല സോഫ്റ്റ് അപ്രോച്ചാണുള്ളത്. അതേ സംഗതി തന്നെ ഇവിടുത്തെ സലഫികൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ പറയുമ്പോൾ അവർ പിഴച്ചവരും ബിദ്അത്തിന്റെ ആളുകളുമാകുന്നു. അവരോട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സമീപനമാണുള്ളത്. ഇതെങ്ങനെ ശരിയാകും നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരേ കാര്യം തന്നെ ഒരാൾ പറയുമ്പോൾ ശരിയും വേറൊരു കൂട്ടർ പറയുമ്പോൾ തെറ്റുമാകുന്നു. ഒരു കൂട്ടർ അത് തന്നെ പറയുമ്പോൾ അവരോട് സോഫ്റ്റ് അപ്രോച്ച്, അതേ കാര്യം വേറൊരാൾ പറയുമ്പോൾ അവരോട് ഡ്രാസ്റ്റിക് അപ്രോച്ച്. ഇതെങ്ങനെയാണ് വരുന്നത്? അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്ത് ഹദിയ ചെയ്താൽ അത് ലഭിക്കുമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇവരെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ നമ്മളത് ഉൾക്കൊണ്ടില്ലെങ്കിലും അവരോട് നമുക്ക് സോഫ്റ്റ് അപ്രോച്ചാണ്. ഏത്? ഖുർആൻ പാരായണം ചെയ്ത് മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അത് ലഭിക്കും എന്ന അഭിപ്രായമുള്ള ആളാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല. ഇതൊക്കെ പറഞ്ഞാലും ശരി, അവരോട് നമുക്ക് സോഫ്റ്റ് അപ്രോച്ചാണുള്ളത്. അതേസമയം അതേ കാര്യം ഇവിടുത്തെ സമസ്തക്കാർ പറഞ്ഞാൽ അവരോട് ഡ്രാസ്റ്റിക് അപ്രോച്ചാണ് ഉണ്ടാവുക. വളരെ ഗൗരവമുള്ള പരുക്കനായ സമീപനമാണ് ഉണ്ടാവുക. ഇതെങ്ങനെ ശരിയാവണത്? ഒരേ കാര്യം തന്നെ ഒരാൾ പറയുമ്പോൾ ഒരു സമീപനവും അതേ കാര്യം വേറെ ആൾ പറയുമ്പോൾ അവരോട് വേറൊരു സമീപനവും അങ്ങനെ എങ്ങനെയാണ്? തറാവിഹ് 11 കൂടുതൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല, 23 നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഒരാൾ പറയുന്നത് പിഴവാണ്. 23 ഒരാൾ നമസ്കരിക്കുന്നത് ഒരു കറാഹത്ത് പോലുമല്ല എന്ന് പറയുന്നത് ആരാണ്? ആദരണീയനായ ഉസ്താദ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയാണ്. സലഫി പണ്ഡിതന്മാരുടെ ആചാര്യനാണ് അദ്ദേഹം അത് പറയുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, അദ്ദേഹത്തിനോട് സോഫ്റ്റ് അപ്രോച്ചാണ്. അതേസമയം അതേ കാര്യം
നിങ്ങൾ 23 നമസ്കരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 11 നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ അത് നമസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ അത് ഒരു തരം അഴകുഴമ്പനും ഒരു തരം അമ്മായിവാദവും ഒരു തരം ദുനിയാവിനോടുള്ള സ്നേഹവും കൊണ്ടാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മനസ്സിലാവുക? അത് പറയുന്നവരോട് ഈ പറഞ്ഞ പോലെ വളരെ പരുക്കൻ സമീപനം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ധാരാളമായി കേൾക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇമാം ഷാഫി റഹ്മഹുല്ല സുബഹിക്ക് കുനൂത്ത് ഓതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓഫ് തോട്ടിൽ കുനൂത്തുണ്ട് സുബഹിക്ക്. ഇദ്ദേഹം ഇറാഖിൽ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല സുബഹിക്ക് കുനൂത്ത് ഇല്ലാത്ത ഇമാമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്ബറ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അനുയായികൾ കൂടെയുണ്ട്. സുബഹിയുടെ സമയത്ത് അദ്ദേഹം നമസ്കാരത്തിൽ കുനൂത്ത് ഓതിയില്ല. പക്ഷേ ഇമാം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സുബഹിക്ക് കുനൂത്ത് ഉണ്ടെന്നാണ്. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അനുയായികൾ ചോദിച്ചു, അല്ല താങ്കളുടെ അഭിപ്രായം മാറിയോ? സുബഹിക്ക് കുനൂത്ത് ഓതിയില്ലല്ലോ. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുനൂത്ത് ഓതാതിരുന്നത്. ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ ഈ ന്യായം? ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. എന്ത് പിന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത്? നമ്മളാരും കുറ്റം പറയാത്തത് ഇമാം ഷാഫി ചെയ്തതുകൊണ്ടല്ലേ. നാട്ടിലെ വേറെ ആരെങ്കിലും ആണ് ഇത് ചെയ്തതെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവരെക്കുറിച്ച് പറയുക? എന്ത് ഇസ്ലാമാണ് നിങ്ങൾ ഈ പറയണത്? ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു കോലം, വേറൊരു നാട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു കോലം. ഇതെന്ത് ഇസ്ലാമാണെന്ന് ചോദിക്കൂലേ നമ്മൾ? എന്തേ ഷാഫിയോട് നമ്മൾ ചോദിക്കാത്തത്? ഞാൻ പറയുന്നത് ഇസ്ലാം അതാണ്. നമ്മൾ കൂടുതൽ പഠിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിനെ പരിചയപ്പെടാൻ കഴിയും. പക്ഷേ യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സത്യസന്ധത. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ബാഗ്ദാദി ചെല്ലുമ്പോൾ തോന്നിയ പോലെ പറയാം. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ സത്യസന്ധമായി പറയണം. സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ വർത്താനം പറയാം. നുണ പറയാം. അങ്ങനെയില്ല. ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. അത് വിശ്വസ്തത പാലിക്കണം, നീതിബോധം പാലിക്കണം. ഇതിനകത്തൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അതാണ് ഇസ്ലാം. മറ്റേതും ഇസ്ലാമിൻ്റെ ഒരു മുഖമാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സംഭവമാണെന്ന് നമ്മളിങ്ങനെ വാദോരാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം ഇത് പാലിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏത് ഇസ്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ്, ഏത് വേദഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്ന് ആലോചിക്കണം. ഇവിടെ വരുമ്പോൾ സംഘടനാപരമായ ബഹുസ്വരതയുടെ കാര്യം വരുമ്പോൾ നമുക്ക് യാതൊരുവിധ പ്രതിപക്ഷ ബഹുമാനവും ഇല്ല. ഒരു ബഹുമാനവും നമുക്കില്ല. യാതൊരു ജനാധിപത്യ മര്യാദയും ഇല്ല നമുക്ക് സംഘടനാപരമായ ബഹുസ്വരതയെക്കുറിച്ച് പറയുമ്പോൾ. അല്ലെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഇതെൻ്റെ അഭിപ്രായം. ആരോഗ്യകരമായി നമ്മൾക്കിത് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കാം. അതിനൊന്നും ഞാൻ എതിരല്ല, അതിനെതിരല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ജനാധിപത്യ മര്യാദയോടുകൂടിയും പ്രതിപക്ഷ ബഹുമാനത്തോടും കൂടിയാണ് നമ്മളത് നിർവഹിക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ പടച്ചോൻ തീരുമാനിച്ചോളും. നമ്മളെന്തിനാണ് ഈ നരകത്തിൻ്റെ സ്വർഗത്തിൻ്റെ താക്കോലും കയ്യിൽ വെച്ച് നടക്കാൻ നിൽക്കുന്നത്? നമുക്ക് പറയാനുള്ള നമുക്ക് പറയാം. ഇവിടെ സംഘടനക്കാർ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇന്നത് പറയുന്നു എന്നല്ല പറഞ്ഞത്, അവരിന്നതാ പറയണതെന്നാണ് ക്ലാസ്സിൽ പറയണത്. എന്തിനാ അത് പറയാൻ നടക്കണത്? നമുക്ക് വല്ലതും പറയാനുണ്ട്, നമ്മുടെ സംഘടനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സംഘടന പറയുന്നത് ഇന്നതാണെന്ന് പറയാം. അല്ലാതെ ഞാൻ നമ്മുടെ സംഘടന സംഘടിപ്പിച്ച പരിപാടി കയറി നിന്നിട്ട് ബാക്കിയുള്ള സംഘടന എന്താ പറയേണ്ടതെന്നല്ലോ പറയേണ്ടത്. നമ്മൾ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ശീലിച്ചു നോക്ക്. ബാക്കിയുള്ള സംഘടന പറയട്ടെ, ഓരോരുത്തർക്കും ഓരോ സത്യബോധ്യങ്ങളില്ലേ. ഈ സത്യബോധ്യങ്ങളിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് പടച്ചമ്പുരാൻ എന്നായാലും അറിയാലോ. നമ്മളിതൊക്കെ ചെയ്യുന്നത് പടച്ചമ്പുരാൻ കൂലി തരുമെന്നും പറഞ്ഞിട്ടല്ലേ. അല്ലാതെ ഏതെങ്കിലും സംഘടനക്കാർ കൂലി തരും, ഏതെങ്കിലും മദ്ഹബ് കൂലി തരും, ഏതെങ്കിലും ആളുകൾ കൂലി തരും എന്ന് നമ്മൾ അതുദ്ദേശിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ നമ്മൾ മടി കാണിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. മദ്ഹബുകളുടെ ബഹുസ്വരത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലേ? മദ്ഹബുകളുടെ ബഹുസ്വരത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണ്ടല്ലോ. ലോകത്ത് 4 മദ്ഹബുണ്ട്. ഈ മദ്ഹബുകൾക്ക് ഇസ്ലാമിലെ പ്രമാണം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഒരു വരികൾക്കിടയിലോ ഈ മദ്ഹബുകൾക്ക് ഒരു തെളിവുമില്ല. വിശുദ്ധ ഖുർആനിൽ എവിടെയും മദ്ഹബുകളെ കുറിച്ച് പറയുന്നില്ല. വിശുദ്ധ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ മദ്ഹബിനെ കുറിച്ച് ഒരു അക്ഷരമേ മിണ്ടുന്നില്ല. പ്രവാചകന്റെ വഫാത്തിന് 89-90 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മദ്ഹബിന്റെ ഇമാമുകൾ തന്നെ രംഗത്ത് വരുന്നത്.
എന്നിട്ട് ആ മദ്ഹബുകളെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റണില്ലേ? ആ മദ്ഹബുകളെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റണില്ലേ? മദ്ഹബി ബഹുസ്വരത ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണില്ലേ? ഒരാൾ കുനൂത്ത് ഓതാന്ന് പറയുന്നു, വേറൊരാൾ കുനൂത്ത് ഓതാൻ പാടില്ല എന്ന് പറയുന്നു. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ലേ? എന്തിയെ പിന്നെ അതുകൊണ്ട് ബാക്കി ഈ കാര്യത്തിൽ എന്താ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ച് കാണിച്ച് തന്നതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. ഞാൻ നമസ്കരിച്ച് കാണിച്ചു തന്ന പോലെ നിങ്ങൾ നമസ്കരിക്കണം. നിങ്ങൾ മദ്ഹബിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയേ. ഒരൊറ്റ നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രം 4 മദ്ഹബുകൾക്കിടയിൽ ശതക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ശതക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ച റസൂൽ, എന്നിട്ട് പോലും ഒരാൾക്ക് നമസ്കാരത്തിൽ ബിസ്മിയില്ല, ഒരാൾക്ക് നമസ്കാരത്തിൽ കുനൂത്തില്ല, വേറൊരാൾക്ക് നമസ്കാരത്തിൽ നിർബന്ധമാണ് ബിസ്മി, അതേപോലെ തന്നെ വേറൊരാൾക്ക് കുനൂത്ത് ഉണ്ട്, മറ്റൊരാൾക്ക് കൈ കെട്ടേണ്ടതില്ല, കൈ താഴോട്ടിട്ടാൽ മതി, വേറെ കുറെ ആളുകൾക്ക് കൈ പൊക്കേണ്ടതില്ല. ഇങ്ങനെ എത്ര അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഏത് കാര്യത്തിൽ? ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തിന്റെ കാര്യത്തിൽ. എന്നിട്ടും നമുക്ക് ഈ മദ്ഹബി ബഹുസ്വരത ഉൾക്കൊള്ളാൻ പറ്റണില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ സമാജത്തിനകത്തുള്ള സംഘടനാ ബഹുസ്വരത ഉൾക്കൊള്ളാൻ പറ്റാത്തത്? നമ്മളൊന്ന് ആലോചിക്കണം. അവർ പറയുന്നതൊക്കെ നമ്മൾ അംഗീകരിച്ച്, നമ്മൾ പറയുന്നതൊക്കെ അവരും അംഗീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ അംഗീകരിക്കുന്നത് നമ്മൾ അംഗീകരിച്ചുകൊണ്ടും അവരംഗീകരിക്കുന്നത് അവരംഗീകരിച്ചുകൊണ്ടും നമുക്ക് പൊതുസംഗതികളിൽ വളരെ മാന്യമായ പ്രതിപക്ഷ ബഹുമാനത്തോടെയുള്ള ജനാധിപത്യ മര്യാദയോടുകൂടിയുള്ള ഇടപെടൽ നടത്തിക്കൂടെ? നമുക്ക് അതിന് കഴിയില്ലേ? ഏത് ഖുർആൻ വെച്ചുകൊണ്ട്? വിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 2-ാമത്തെ സൂക്തം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ വിളിച്ചിട്ട് ഒന്നാം തരം പക്ക കാഫിറുകളെയും മുശ്രിക്കുകളെയും മുന്നിൽ നിർത്തിയിട്ട് അല്ല പറയുകയാണ്, സത്യവിശ്വാസികളെ, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 2-ാമത്തെ സൂക്തം. സത്യവിശ്വാസികളെ വിളിച്ച് മുന്നിൽ നിർത്തിയതിനു ശേഷം പക്ക കാഫിറുകളെയും മുശ്രിക്കുകളെയും കുറിച്ച് അല്ല പറയുന്നു, ധർമ്മത്തിന്റെയും നന്മയുടെയും കാര്യത്തിൽ ഇവരുമായും നിങ്ങൾ സഹകരിക്കണം, ഇവരുമായും നിങ്ങൾ സഹകരിക്കണം എന്ന് അല്ല പറയാണ്. ആരുടെ കാര്യത്തിലാ? സംഘടനയുടെ കാര്യത്തിലല്ല. ഒന്നാം തരം മുശ്രിക്കുകളുടെയും ബഹുദൈവ വിശ്വാസികളുടെയും കാര്യത്തിൽ പോലും പടച്ച തമ്പുരാൻ വിശ്വാസികളോട് പറഞ്ഞത്, തആവനു അലൽ ബിർരി വത്തഖ്വ, ധർമ്മത്തിന്റെയും നന്മയുടെയും നീതിയുടെയും കാര്യത്തിൽ ഇവരുമായും നിങ്ങൾ സഹകരിക്കണം. വത്തഖുല്ലാഹ, തഖ്വ പാലിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, ഈ തഖ്വ നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രവാചകനെ ഇങ്ങനെ വല്ലാണ്ട് പുകഴ്ത്തി വാചാലമായി കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെയും നിങ്ങളുടെയും സംഘടനകളുടെയും മുമ്പിൽ ഉയർത്തുന്ന ചോദ്യം, സംഘടനാ നേതാക്കന്മാരുടെയും അണികളുടെയും സാധാരണ മുസ്ലിം ബഹുജന സാമാന്യത്തിൻ്റെയും നേരെ ഉയർത്തുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നേരും നെറിവുമുള്ള ഇടപാടിലൂടെ, നേരും നെറിവുമുള്ള ഇടപെടലിലൂടെ, നേരും നെറിവുമുള്ള ഇടപഴകലുകളിലൂടെ, സർവോപരി നേരും നെറിവുമുള്ള ജീവിതത്തിലൂടെ സ്വന്തം ജീവിതത്തെ പ്രബോധനമാക്കാനും നാം നേരത്തെ പറഞ്ഞ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യാനും നമുക്ക് കഴിയുമോ എന്നാണ് ഈ റബീഉൽ അവ്വൽ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യം. അതിന് നമുക്ക് എത്രത്തോളം ഉത്തരം കൊടുക്കാൻ കഴിയുമോ അതനുസരിച്ചിരിക്കും ഈ പ്രവാചകനെ കുറിച്ച് നമ്മൾ പൊതുസമൂഹത്തോട് നമുക്ക് പറയാനുള്ള അർഹത നിശ്ചയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.